ഈ ഫോക്ലോർ ബേസ്ഡ് ആയിട്ടുള്ള സൂപ്പർ ഹീറോ മൂവീസ് പണ്ട് തൊട്ടേ ഉള്ളതാണ്. പിന്നെ എന്തിനാണ് എല്ലാവരും ലോകം മാത്രം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആൻഡ് സിനിമ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ദയവായി റിവ്യൂ വീഡിയോസ് കണ്ടിട്ട് പോകരുത്. ഒരു കാലത്ത് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ അത് ബോളിവുഡ് എന്നതായിരുന്നു. പണ്ട് മാത്രമല്ല ഇപ്പോഴും അതെ, ഇന്ത്യൻ സിനിമ എന്ന് പറയുമ്പോൾ മെജോറിറ്റിയായി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ബോളിവുഡ്. പക്ഷെ ഒരൊറ്റ സിനിമ കൊണ്ട് ബോളിവുഡ് കഴിഞ്ഞ് ഹോളിവുഡ് ലെവലിലേക്ക് മലയാളം ഇൻഡസ്ട്രി തന്നെ ഡെവലപ്പ് ചെയ്തു. അതാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. കേൾക്കുന്ന കുറച്ചു പേർക്കെങ്കിലും ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേന്ന് തോന്നാം. പക്ഷെ ഒരു സിനിമ എന്ന രീതിയിൽ ഏത് ആസ്പെക്റ്റിൽ നോക്കിയാലും ലോക ബോളിവുഡിനെ മറികടന്നു എന്ന് തന്നെ പറയാം. അന്നേരം തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, ഇതേ ബോളിവുഡിൽ തന്നെയല്ലേ ബ്രഹ്മാസ്ത്ര, കൽക്കി പോലുള്ള സൂപ്പർ ഹിറ്റ് മൂവീസ് ഒക്കെ വന്ന് റെക്കോർഡ് ഇട്ടത്? അതിലും ഈ പറയുന്ന സൂപ്പർ നാച്ചുറൽസ് തന്നെയല്ലേ ഉള്ളത്? യെസ്, ബട്ട് ലോക ഹിറ്റ്സ് ഡിഫറെന്റ്. ആൻഡ് ഇതുപോലൊരു സിനിമ മലയാളം ഇൻഡസ്ട്രിക്ക് മാത്രമേ ഇന്ന് ചെയ്യാനും കഴിയൂ. ആൻഡ് ഐ ക്യാൻ പ്രൂവ് ഇറ്റ് ഇൻ ദിസ് വീഡിയോ. സിനിമ കാണാത്തവർക്ക് വീഡിയോ ഒരു സ്പോയിലർ ആയിരിക്കില്ല. ആൻഡ് ഇതുവരെ സിനിമ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു സജഷൻ, ദയവായി അധികം റിവ്യൂ വീഡിയോസോ സ്പോയിലേഴ്സോ ഒന്നും കണ്ടിട്ട് സിനിമയ്ക്ക് പോകരുത്. കാരണം ഇതിൽ പല സ്പോയിലേഴ്സും മലയാളികൾക്ക് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില സ്പെഷ്യൽ മൊമെന്റ്സ് ആണ്. നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നതും വൺ ഓഫ് ദി ബെസ്റ്റ് നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസും ആയിരിക്കും. സോ വെൽക്കം ടു മൂവി ക്യൂ. ടുഡേ വി ഡിസ്കസ് ലോക റീഡിഫൈനിങ് മലയാളം സിനിമ. സോ യെസ്, മിത്തിക്കൽ ഫോക്ലോർ സിനിമകൾ പണ്ട് തൊട്ടേ ഉള്ളതാണ്. സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിട്ടില്ലെങ്കിലും സീരിയൽ യൂണിവേഴ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ചെറിയ വലിയൊരു വ്യത്യാസമുള്ളത് എന്തെന്നാൽ ഇതെല്ലാം ദൈവങ്ങളെ റെപ്രസെന്റ് ചെയ്തായിരുന്നു. അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം തീം ഒരു ഗോഡ് പവർ ഒക്കെ ആയിരുന്നു. അതിപ്പോ കൃഷി ആയാലും കൽക്കി ആയാലും സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ദൈവത്തെ അല്ലാണ്ട് മറ്റൊരു നെഗറ്റീവ് സൂപ്പർ നാച്ചുറലിനെ ഹ്യൂമനൈസ് ചെയ്ത് അതിനെ ഇപ്പോഴത്തെ റിയാലിറ്റിയിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് പോലും ഇല്ലാത്ത രീതിയിൽ കൺവിൻസ് ചെയ്തെടുക്കാൻ നിസാര കട്ട്സ് പോരാ. അക്കാര്യത്തിൽ മലയാളം ഇൻഡസ്ട്രി ക്യാൻ ബീറ്റ് ദ ഹോൾ ഇന്ത്യൻ സിനിമ. അതും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു കേട്ട് തഴമ്പിച്ച ക്യാരക്ടേഴ്സ് ഇന്നും ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് അത്രയും കൺവിൻസ് ആകുന്ന രീതിയിൽ നൊസ്റ്റാൾജിക് ആയിട്ട് വിഷ്വലി റിച്ച് ആയിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ആക്ച്വലി സ്പോയിലർ ആയി പോകുക എന്ന ഒറ്റ കാരണം കൊണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് വേണ്ട രീതിയിൽ പറയാൻ കഴിയുന്നില്ല എന്നൊരു വിഷമമുണ്ട്. ഓൾറെഡി ബോളിവുഡിനെ അപേക്ഷിച്ച് സൗത്ത് ഇന്ത്യൻ സിനിമയാണ് സ്റ്റോറി ടെല്ലിങ്ങിൽ മികച്ചത്. ഇതെന്റെ കണ്ടെടുത്തല്ല, ഓർമാക്സ് നേടിയ ഹിന്ദി ഓഡിയൻസിനിടയിൽ നടത്തിയ ഒരു സർവേയിൽ 70% തിയേറ്റർ ഗോയിങ് ഓഡിയൻസും പറഞ്ഞത് സൗത്ത് ഇന്ത്യൻ മൂവീസിനെ അപേക്ഷിച്ച് ഹിന്ദി ഫിലിംസിൽ, അതായത് ബോളിവുഡിൽ ഒറിജിനാലിറ്റി കുറവാണെന്നാണ്. സ്റ്റോറി ടെല്ലിങ്ങിന്റെ കാര്യത്തിൽ മലയാളം പോലുള്ള ഇൻഡസ്ട്രി മികച്ചതാണെന്നും അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഫോർ എക്സാമ്പിൾ മിന്നൽ മുരളി, കിഷ്കിന്ദ കാണ്ഡം, ലെവൽ ക്രോസ്, ആട് ജീവിതം ഇതൊക്കെ ഇന്റർനാഷണലി ചർച്ചയായ മലയാളം മൂവീസാണ്. ഇനി ലോകയിലേക്ക് വന്നാൽ ഒരു ഡൗട്ട്സ് പോലും തോന്നാത്ത രീതിയിൽ, ഒരു നോട്ട്സ് പോലും കുറിച്ച് വെച്ച് കുറ്റം പറയാനില്ലാത്ത രീതിയിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയി സിനിമ കണ്ടിറങ്ങാൻ കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ വിജയം. അതും നൂറ്റാണ്ടുകൾക്ക് മുമ്പെയുള്ള മിത്തിക്കൽ ബാക്ക്ഗ്രൗണ്ട് വളരെ നന്നായി ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആവശ്യമുള്ള സമയത്ത് സിനിമ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ടാസ്കുകളിലൊന്നാണ് ലാഗ് ഫീൽ ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെയും ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്ന രീതിയിൽ കഥ പറയുക എന്നുള്ളത്. അക്കാര്യത്തിൽ ടൈറ്റിൽ കാർഡ് തൊട്ട് ടെയിലന്റ് വരെയും ഒരേ പേസ് മെയിൻറ്റെയിൻ ചെയ്ത് എന്നാൽ വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള നൊസ്റ്റാൾജിക്കും എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസും ഒക്കെ തരുന്നുണ്ട് സിനിമ. ഈ ഒറ്റ കാര്യത്തിൽ പോലും എത്ര ബോളിവുഡ് മൂവീസ് നമുക്ക് എടുത്തു പറയാനാകും? ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യത്തിനും കൗണ്ടർ പറഞ്ഞാലും ഇതിൽ വരുമ്പോൾ കോടികളുടെ എണ്ണം കൂടും. ലിറ്ററലി ഇതുപോലൊരു പടം ബോളിവുഡിൽ എടുക്കണമെങ്കിൽ ലോകയുടെ 3 ഇരട്ടിയെങ്കിലും പ്രൊഡക്ഷൻ കോസ്റ്റ് വരും. അതിപ്പോൾ ലോകയുടെ കാര്യത്തിൽ മാത്രമല്ല, കമ്പാരിറ്റീവ്ലി വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ മികച്ച രീതിയിലുള്ള വിഷ്വൽ എക്സ്പീരിയൻസ് തരാൻ ഇന്ന് മലയാളം ഇൻഡസ്ട്രി കഴിയും. അതും ഹൈ ക്വാളിറ്റി സിനിമാറ്റോഗ്രാഫി, VFX, ആർട്ട്, എഡിറ്റിംഗ് ആൻഡ് എവറിത്തിങ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ 360 കോടി മുടക്കിയാണ് അതിപുരുഷിലെ ഈ സീനൊക്കെ നമ്മൾ കണ്ടതെന്ന് ഓർക്കണം. ഇന്ത്യൻ സിനിമ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വുമൺ സൂപ്പർ നാച്ചുറൽ ഹീറോയിക് സിനിമയാണ് ലോക. സൂപ്പർ ഹീറോ സിനിമയിൽ പ്രോമിനന്റ് ആക്ടേഴ്സിനൊന്നും കാണിക്കാണ്ട് കല്യാണി പ്രിയദർശൻ, നസ്ലിൻ പോലുള്ള വളർന്നു വരുന്ന ആക്ടേഴ്സിന് മെജോറിറ്റി ഓഫ് സ്ക്രീൻ പ്രസൻസും കൊടുത്തുകൊണ്ട് മലയാള സിനിമയ്ക്കല്ലാണ്ട് വേറൊരു പാൻ ഇന്ത്യൻ മൂവിക്കും ഇന്റർവെല് വരെ പോലും എത്തിക്കാൻ കഴിയില്ല. ഇനി മറ്റേതൊരു വുമൺ സെൻട്രിക് പടം എടുത്താലും അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു മെയിൽ പ്രോമിനന്റ് ആക്ടറെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷെ ലോകയുടെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി ഇത് ചന്ദ്രയുടെ മാത്രം കഥയാണ്. ചന്ദ്രയെ പറ്റിയുള്ള കഥ, ചന്ദ്ര തുടങ്ങി വെക്കുന്ന പ്രശ്നങ്ങൾ, ചന്ദ്ര ക്രിയേറ്റ് ചെയ്യുന്ന വില്ലൻ, അങ്ങനെ തുടങ്ങി ക്ലൈമാക്സ് വരെയും കംപ്ലീറ്റ്ലി ചന്ദ്ര മാത്രമാണ്.
മിക്ക സിനിമകളിലും ക്യാമിയോ റോൾസിൽ വരുന്ന ആക്ടേഴ്സ് മൂവി തൂക്കാറാണ് പതിവ്. പക്ഷെ ഇതിൽ സിനിമ എൻഹാൻസ് ചെയ്യുന്നതിനും ഇനി വരാനുള്ള ചാപ്റ്റേഴ്സ് കത്തിക്കാനുള്ള കുറച്ച് ഐറ്റം തരിക മാത്രമാണ് ഇതിലെ ക്യാമിയോ റോൾസിൽ ഉണ്ടാകുന്ന റോള്. അവസാന ഷോട്ട് വരെയും കല്യാണി പ്രിയദർശന്റെ ആ ഒരു ഗ്രേസിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും സിനിമ കണ്ടിറങ്ങുക. മറ്റാരെക്കാളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന റോളും കല്യാണിയുടേതായിരിക്കും. അതുപോലെ തന്നെയാണ് പെയറിംഗ് കോംബോയും. നസ്ലിന്റെ വലിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കൂടെ അഭിനയിക്കുന്ന ആരായാലും അവരുമായിട്ട് നന്നായിട്ട് കെമിസ്ട്രി വർക്കാക്കും. ഇതിലായാലും നസ്ലിനും കല്യാണിയും തമ്മിൽ റൊമാൻറ്റിക് സീൻസ് ഒന്നും കാണിക്കാണ്ട് തന്നെ ഇമോഷണൽ കെമിസ്ട്രി നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ബോളിവുഡ് പടത്തിലായിരുന്നു ഇതുപോലൊരു കോംബോ അവർ ട്രൈ ചെയ്ത് പോലും നോക്കൂല. ഇപ്പൊ ബ്രഹ്മാസ്ത്രയിൽ തന്നെ പ്രണയത്തിന് വേണ്ടി പോരാടുന്ന കോൺസെപ്റ്റ് ആയിട്ട് പോലും രൺബീറും ആലിയയുമായിട്ടൊരു ഇമോഷണൽ കെമിസ്ട്രി ഒട്ടും വർക്കായില്ലെന്ന് അന്ന് ഒരുപാട് ക്രിട്ടിക്സ് വന്നിരുന്നു. എനിക്കും പേഴ്സണലി ഒരു ഫോഴ്സ്ഡ് പെയറിംഗ് പോലെയാണ് അവരുടെ കോംബോ തോന്നിയത്. ഏത് ബോളിവുഡ് പടം എടുത്താലും മാസ് ഡയലോഗ്സ്, റൊമാൻറ്റിക് സീക്വൻസ്, 2-3 ഫൈറ്റ്, ഐറ്റം സോങ്സ് ഇതൊക്കെ മസ്റ്റാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് ഹിറ്റ് അടിക്കാനും തിയേറ്ററിൽ ആളെ കയറ്റാനും കോടി ക്ലബിൽ കയറാനും ഒക്കെ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് മാത്രമേ കഴിയൂ കമ്പയർ ടു ബോളിവുഡ്. ആൻഡ് ഈ പറഞ്ഞ പാക്കേജസ് ഒന്നും ഇല്ലാതെ ഗ്ലോബൽ കളക്ഷൻ നേടിയ എത്ര പാരന്റി മൂവീസ് നമുക്ക് പറയാൻ കഴിയും? ഫ്യൂച്ചറിലേക്ക് ഒരുപാട് സൂപ്പർ ഹീറോസിനെ കൊണ്ടുവരുന്നതിനുള്ള ഒരു വലിയ പോസിബിലിറ്റിയാണ് ലോക ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഈ DC മാർവലും ഒക്കെ എല്ലാവർക്കും കണക്ട് ആവുന്ന ഹീറോസ് ആണ്. പക്ഷെ ലോകയിലൂടെ ഇന്ന് ലോകം കാണുന്നത് നമുക്ക് മാത്രം അവകാശപ്പെടാവുന്ന അല്ലെങ്കിൽ മലയാളികൾക്ക് മാത്രം സ്വന്തമെന്ന് പറയാവുന്ന ഹീറോസിനെയാണ്. നമ്മുടെ മിത്തിക്കൽ കൾച്ചറൽ റെപ്രസെന്റേഷൻ ആണ്. ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ ഹിന്ദി യൂട്യൂബേഴ്സ് ഒക്കെ ഇട്ട് റിവ്യൂസ് മാത്രം കണ്ടാലും മതി. സോ ഹിയർ സ്റ്റാർട്ട്സ് എ ന്യൂ എറ ഓഫ് ഇന്ത്യൻ സിനിമ. ലോക, ദി റീഡെഫിനിഷൻ ഓഫ് മലയാളം സിനിമ. താങ്ക് യു.